മോളെ വാപ്പച്ചി നാളെ കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്നു. ആണോ? അതില് കാര്യമില്ല. അവരെക്കാളും ഒക്കെ നന്നായിട്ട് മോള് ചിത്രം വരയ്ക്കത്തില്ലേ? തനിക്ക് മോളെയും കൊണ്ട് അഡ്മിഷന് പോയായിരുന്നില്ലേ? വാപ്പച്ചി ഇല്ലാതെ വരില്ലെന്ന് വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും? എന്നാ മോള് പോയി കളിച്ചോ. ചായ. പിന്നെ ഫൈസി വിശ്വനാഥൻ സാറിനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞോ? പറയാതിരിക്കാൻ പറ്റില്ല. അയാള് എന്നെ മാത്രം വെച്ച് നടത്തുന്ന ഓപ്പറേഷൻ ആയിരിക്കില്ല ഇത്. അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഹേമേന്ദ്രൻ ചെറിയച്ഛനെ വിട്ട് ഫൈസിയെ പിടിച്ചത് രഹസ്യം പുറത്തു പോവാതിരിക്കാനാ. നാണക്കേട് ഭയന്ന് വലിയ അന്വേഷണമൊന്നും നടത്താൻ വിശ്വനാഥൻ സാറിന് പറ്റില്ല. ഫൈസിയുടെ കൈ തന്നെ കാര്യങ്ങൾ നിൽക്കും. അതിന് തന്നെയാ ഞാൻ ശ്രമിക്കുന്നത്. അവർക്കിപ്പോ വേണ്ടത് കുഞ്ഞിനെയാ. കുഞ്ഞ് കയ്യിലുള്ള കാര്യം അവരറിയുന്നില്ല. ആദ്യത്തെ തീയും ആവേശവും ഒക്കെ പതുക്കെ കെട്ടടങ്ങും. അതുവരെ വിശ്വനാഥൻ സാറിന്റെ വിശ്വസ്തനായി കൂടെ നിൽക്കണം. രാജപ്പനിൽ നിന്ന് പുതിയതായിട്ടൊന്നും അറിയാനില്ല. പക്ഷേ എന്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഡ്രൈവർ ജെയിംസ് അയാള് വിശ്വസ്തനെന്നല്ലേ ഫൈസി പറഞ്ഞത്? എന്നായിരുന്നു എന്റെ വിശ്വാസം. കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നവരെ വളരെ ഭവ്യതയോടെ അയാൾ നിന്നതാ. കുഞ്ഞിനെ സ്വീകരിച്ചത് സുധിയും നിരഞ്ജനയുമാണെന്ന് അയാൾ അറിഞ്ഞതോടെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. സുധിയും അർച്ചനയും തമ്മിലുള്ള കണക്ഷൻ അയാൾക്കറിയില്ല. എനിക്കത് അയാളോട് പറയാനും പറ്റില്ല. ഫൈസി, അപ്പൊ അയാളൊരു തലവേദനയാവോ? തലവേദനയായി കഴിഞ്ഞു. ഒരു ഡ്രൈവറാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാ അയാൾ എന്നോട് സംസാരിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെയാ. നമ്മൾ അടുപ്പം കാണിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വരും. പിണങ്ങിയ ഇല്ലാത്ത അപവാദവും പറയും. സത്യം പുറത്തു പോകുന്നെങ്കിൽ അത് ജെയിംസിലൂടെ മാത്രമായിരിക്കും. ഒരാൺകുഞ്ഞ്, എന്റെ കൊച്ചുമോൻ. അവന്റെ മുഖം ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടായില്ല. അച്ഛന്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒന്നും കിട്ടാതെ ആരുടെയോ കൂടെ എന്റെ മോൻ. ജയന്തി, കരയാനല്ലാതെ എനിക്ക് എന്തിനു കഴിയും? അന്ന് അതിസാമർത്ഥ്യം കാണിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. സുധി കാരണം ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞു വെച്ച് അവനെ കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. ഗർഭിണിയായ ആ പെണ്ണിനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് കരുതി? അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ പറയണം. പറ, അർച്ചന എന്ത് ചെയ്യാന്ന് നിങ്ങൾ കരുതിയത്? കൊന്നുകളയെന്നോ അതോ കുഞ്ഞിനെ മാത്രം ഇല്ലാതാക്കാന്നോ? നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് അറിയണമായിരുന്നു. സുധിയെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചോണ്ട് ഒരു പെണ്ണിന്റെ ഗർഭത്തിൽ നിന്നും രക്ഷപ്പെടാന്ന് വിചാരിച്ച ബുദ്ധിമാന്മാർ നിർത്തടാ. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയൂ. എന്താ അങ്കിളിന് ഉത്തരം മുട്ടിപ്പോയോ? എല്ലാം അവസാനിച്ചു എന്ന് ഒരു കാലത്തും വിശ്വാസം കരുതിയിട്ടില്ല. ഈ കാര്യത്തിലും ആരോട് ന്യായീകരണം നൽകേണ്ട കാര്യവും എനിക്കില്ല. പെരുമ്പടപ്പ് കുടുംബത്തിലൊരു അവകാശി ഈ ലോകത്തിൽ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ചെന്നെത്തിയിരിക്കും ഞാൻ അവിടെ. എന്ത് വില കൊടുത്തും ഞാനതിനെ വീണ്ടെടുത്തിരിക്കും. അതിനാരും എന്നെ പ്രേരിപ്പിക്കേണ്ട കാര്യവുമില്ല. ഞാൻ തെറ്റ് തിരുത്തുന്നത് പിന്നീട് ഒരു തെറ്റ് വരാതിരിക്കാനാ. കുടുംബത്തിൽ ലഹള ഉണ്ടാക്കി രസിക്കാനാണ് നിന്റെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. നീ ഈ വിവരം സുധിയെ വിളിച്ചറിയിക്കരുത്. എല്ലാവരോടും കൂടിയാ ഞാനിത് പറയുന്നത്. സുധി ഇങ്ങനൊരു സത്യം അറിഞ്ഞാൽ അതറിയിച്ചത് ആരായാലും എന്റെ ശത്രുവായി ഞാൻ കരുതും. ഒരു ദൈവം ഇനി ആരും പ്രതീക്ഷിക്കണ്ട. ജയന്തേ, നീ വാ. മോളെ, അവൾ എത്തിയെന്നല്ലേ മോള് പറഞ്ഞത്? അഴകേശൻ ടൗണിലേക്ക് വണ്ടിയുമായി പോയിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടിപ്പോ വരും. കരയാതെടാ മോനെ.
നിന്റെ ആലിസമ്മ ഇപ്പൊ വരും. ആ വന്നല്ലോ, നിന്റെ ആലിസമ്മ വന്നല്ലോടാ. കുഞ്ഞുങ്ങൾ ഓരോരോ ശീലങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ദോഷമായി ഇതൊക്കെ. ഇനിയിപ്പോ അവളുടെ പാട്ട് കേട്ടാലേ കുഞ്ഞിന്റെ കരച്ചിലടങ്ങും. ഇവനെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതും നാണക്കേടായി ഞാൻ കരുതുന്നില്ല ആന്റി. എന്തിനാ മോൻ കരയുന്നേ? ആലിസ് ഒന്ന് എടുക്ക, കരച്ചിൽ നിൽക്കുമെന്ന് നോക്കട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ എന്തിനാടാ കരയുന്നേ? കരയല്ലേ. ഓ ഓ വേണ്ട വേണ്ട വേണ്ട. ആലിസ് ഒരു കാര്യം ചെയ്, റൂമിലേക്ക് കൊണ്ടുപോകും. എങ്ങനെങ്കിലും കരച്ചിലോ നടക്ക. ആ വേണ്ട വേണ്ട, കരയല്ലേ. മോള് ചെന്ന് നോക്ക്, അവൾ എന്ത് മാജിക്കാ കാണിക്കുന്നെന്ന്. എന്ത് മാജിക്ക് കാണിച്ചാലും കരച്ചിലൊന്ന് നിന്നാ മതി. അമ്മ വന്നപ്പോ എന്റെ മോൻ കരച്ചിലൊക്കെ നിർത്തിയല്ലോ. ഇനി എന്റെ മോന് പാൽ കുടിക്കാട്ടോ. നിനക്ക് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. ഓ ഓ ഓ ഓ വേണ്ട വേണ്ട. ഓ ഓ കരയല്ലേ, അമ്മയുടെ ചക്കരയല്ലേ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരേ. അർച്ചനയെ കണ്ടെത്തേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? അളിയൻ ആ വഴിക്ക് പോകാനുള്ള കാരണം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കുഞ്ഞിനെ ഞാൻ കണ്ടെത്തും, അക്കാര്യത്തിൽ നടരാജന് സംശയമൊന്നും വേണ്ട. പക്ഷേ കുഞ്ഞ് വളരുന്നത് ഏതോ ഒരു വീട്ടിലാണെന്ന് ഓർമ്മ വേണം. അത്ര എളുപ്പത്തിൽ ചെന്ന് കുഞ്ഞിനെ പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അവിടെയാണ് അർച്ചനയുടെ ആവശ്യം വരുന്നത്. കൊണ്ടുപോയവർ ആ കുഞ്ഞിനെ എങ്ങനെയാ വളർത്തുന്നത് നമുക്കറിയില്ല. നമ്മളെ ഒന്ന് ചോദിച്ചാൽ അവർ ആ കുഞ്ഞിനെ തരാനും പോകുന്നില്ല. അതിന് അർച്ചന നമുക്കൊപ്പം വേണം. അത് ശരിയാണ് അളിയ, പക്ഷേ ഇക്കാര്യത്തിൽ നമ്മുടെ കൂടെ അവൾ നിൽക്കുമോ? അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് അവരറിയാതിരുന്നാ പോലെ. എല്ലാം ഫൈസി വഴി ഓപ്പറേറ്റ് ചെയ്യണം. പിന്നിൽ നിന്ന് നമ്മൾ ചരട് വലിച്ചാൽ മതി. അമ്മ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് പോലീസുമായി ചെന്നാൽ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും തടിയൂരാനേ അവർ നോക്കൂ. പക്ഷേ നമ്മുടെ മുന്നിലെ ചോദ്യം അർച്ചനയാ. അവൾ എന്നെ നമ്മുടെ കണ്ണിലെ കരടായി കഴിഞ്ഞു. ആ കരടെടുത്ത് മാറ്റാതെ ഇനി നിവർത്തിയില്ല. കുഞ്ഞുമായി അർച്ചന ആ വീട്ടിൽ നിന്നിറങ്ങിയ പിന്നെ ഒരിക്കലും അവൾ അതിനെ കാണാൻ പാടില്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തേ പറ്റൂ. നടരാജനോട് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വേണ്ടളിയ, എന്റെ മുന്നിൽ എന്റെ മകന്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. പക്ഷേ ജയന്തി കുഞ്ഞിനു വേണ്ടി മാത്രമല്ല, അർച്ചനയെയും മനസ്സിൽ മോഹിച്ചു തുടങ്ങി. ഞാനത് മനസ്സിലാക്കില്ലെന്നാണോ നടരാജൻ കരുതിയത്? എനിക്കതറിയാം. എങ്കിലും ചില കാര്യങ്ങൾ അവിടെ മറച്ചു വെച്ചുകൊണ്ടേ നമുക്ക് നീങ്ങാൻ പറ്റൂ. ഫൈസിയുടെ അന്വേഷണം നടക്കട്ടെ. അതിന് സമാന്തരമായി നമുക്ക് അർച്ചനയ്ക്ക് വേണ്ടി നീങ്ങണം. പിന്നെ ആ രാജപ്പനെ ഒന്നുകൂടി നമ്മളൊന്ന് കാണണളിയാ. ആ പറയടാ മോനെ. രാജപ്പൻ തട്ടിപ്പോയിട്ടില്ല. അയാൾക്ക് ബോധം വീണെന്നാ കേൾക്കുന്നേ. അപ്പൊ അയാൾ മരിച്ചില്ലേ? രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് പറഞ്ഞേട്ടാ. നിന്റെ ഭാഗ്യമെന്ന് പറ. അവന്റെ മരണം കേൾക്കാൻ കൊതിച്ചതാ ഞാൻ.
ആ നീ ഇപ്പോൾ എവിടെ ഉണ്ടാ? ഞാൻ ഒളിവില്ല. കൂടുതൽ കാലം ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. എന്നെ അന്വേഷിച്ച് വീട്ടിൽ പോലീസ് വന്നു. ഞാനങ്ങോട്ട് വരട്ടെ ചേട്ടാ? നീ വന്നിട്ട് എടാ വണ്ടിപ്പണി വല്ലതും അറിയാവടാ? അല്ല ചേട്ടൻ അങ്ങനെയൊന്നുമല്ലല്ലോ എന്നോട് പറഞ്ഞത്. ആ നീ ഒന്ന് അടങ്ങടാ. നിന്റെ പേരിൽ കേസൊന്നും വരില്ല. നീ ഇറങ്ങി ഓടിയല്ലേ? നീ ഇപ്പോൾ അവിടെ വേണം. രായപ്പനെ കാണാൻ അർച്ചന വരാതിരിക്കില്ല. നീ ആ വിവരം എന്നെ അറിയിച്ചാൽ മതി. ചേട്ടാ പിടിച്ചു നിൽക്കാൻ കൈ പൈസയൊന്നുമില്ല ചേട്ടാ. ആ നിന്റെ അക്കൗണ്ട് നമ്പർ അയക്കും. തൽക്കാലം ആവശ്യത്തിനുള്ള പണം ഞാൻ ഇട്ട് തരാം. ശരി ചേട്ടാ. അധിക സമയം എന്നെ ഇവിടെ നിർത്തല്ലേ ചേട്ടാ? ഡാ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. നിന്നെ പോലീസ് പിടിച്ചാൽ നീ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞേക്കരുത്. ഇല്ല. മറ്റൊന്ന്, അർച്ചന സ്ഥലത്തെത്തിയ ആ വിവരം നീ എന്നെ അറിയിക്കണം. ഈ 2 കാര്യങ്ങൾ പാലിച്ചാ നിനക്കും നിന്റെ അമ്മയ്ക്കും സമാധാനത്തോടെ ജീവിക്കാം. അത് മനസ്സിൽ വെച്ചോ. ആ ശരി, നീ വെച്ചോ. അച്ഛാ, അച്ഛാ, കരയില്ല മക്കളെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നടക്കും. നിങ്ങൾ വിഷമിക്കണ്ട. അച്ഛന്റെ കാലിൽ കമ്പി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനെന്താ, അച്ഛൻ്റെ കാല് മുറിക്കുമെന്നൊന്നും മക്കൾ പേടിക്കണ്ട. അച്ഛൻ എണീക്കും. എണീറ്റേ പറ്റൂ. നിങ്ങളൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വാ. അശോകം കൂടി ഇവരുടെ കൂടെ ചെല്ല്. ഇവരെ വീട്ടിൽ കൊണ്ട് വിട്ടാൽ മതി. അശോകൻ ചേട്ടൻ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. ഇവരെ വീട്ടിലെത്തിച്ചിട്ട് അശോകനും നിന്റെ വീട് വരെ പോയിട്ട് വാ. എന്നാ ഞാൻ പോയിട്ട് വരാം. വാ ചെല്ല്. ഞാൻ തിരിച്ചു വരുമെന്ന് കരുതിയതല്ല. അർച്ചന വിളിച്ചോ? അവളവിടെ എത്തി. എവിടുന്നാടി അവൾ പൈസ ഉണ്ടാക്കിയേ? അതൊന്നും പറഞ്ഞില്ല. പോകാൻ നേരം കുറച്ച് രൂപ തന്നിട്ടാ പോയത്. എനിക്ക് തോന്നുന്നത് ആ ഡോക്ടർ സഹായിച്ചു കാണുന്ന. ഈ കടമൊക്കെ അവളോട് ഞാൻ എങ്ങനെ വീട്ടും? നിങ്ങളോട് കടം വീട്ടുന്നത് അവളാ. നിങ്ങളെ ദ്രോഹിച്ചപ്പോൾ സ്നേഹം കൊണ്ട് അവൾ കടം വീട്ടി. കടം വാങ്ങിയ തുക എത്ര കാലം കൊണ്ട് അവൾ കൊടുത്തു തീർക്കുമെന്ന് എനിക്കറിയില്ല. എന്തിലും അവൾക്ക് വലുത് ചിറ്റപ്പനാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മുമ്പിൽ തോറ്റുപോയില്ലേ? നീ ഇനിയൊന്നും പറയരുത്. എനിക്കൊരു തിടുക്കവും ഇല്ല. അതിനുവേണ്ടി എത്ര സമയം കാത്തിരിക്കാനും ഭാമിനി തയ്യാറാണ്. സംശയങ്ങളൊക്കെ ഉണ്ടാവും, അതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ഇനിയും അയാൾക്ക് മനസ്സിലായിട്ടില്ല. അതിന് ചില കരുക്കളൊക്കെ നീക്കുന്നുണ്ട്. പന്തിപ്പോ എന്റെ കോട്ടിലാണ്. ഏത് വഴിക്ക് വേണമെങ്കിലും എനിക്കത് തിരിച്ചുവിടാം.
ഞാൻ വിളിക്കാം. സമയമാവുമ്പോ മാത്രം. ഞാൻ തിരിച്ചു പോകുമ്പോ കൂടെ നിരഞ്ജന മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അവള് മാത്രം. ശരി, എന്നാ ഞാൻ നാളെ വിളിക്കാം. നല്ല ഉറക്കത്തിലാണല്ലോ. ഇത് കണ്ടോ, സുധി അയച്ച ഫോട്ടോസാ. സുധി അവിടെ അടിച്ചു പൊളിക്കുക. ആലിസ് ഇരിക്കെ, ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. ഇരിക്ക ആലിസ്. ഇല്ല വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇവിടെ ഇരിക്കെ, നമുക്ക് കാണാം. ഇരിക്ക. ഈ താടി കല്യാണം കഴിക്കുമ്പോഴേ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, അടുത്ത കാലത്താ വെച്ചു തുടങ്ങിയത്. ലീവ് എടുക്കുന്നതിന് മുൻപ് ഏത് ബാങ്കിലായിരുന്നു സുധി സാറിന് ജോലി? തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു. അല്ല, ഈ ഭാമിനി മാഡത്തിന് കുടുംബമൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഹസ്ബൻഡും ഒരു മകളും ഉണ്ട്. ഞാനിത് ആലിസിനോട് പറഞ്ഞില്ലേ? അല്ല, മകളെയും ഭർത്താവിനെയും വിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ ആരും മടിക്കും. അച്ഛനും ആന്റിയും തമ്മിൽ ചെറിയൊരു നീരസത്തില്ല. ഞാൻ ആന്റിയെ വിളിച്ചത് വീട്ടുകാർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആന്റി വന്നത്, അച്ഛനുമായുള്ള പിണക്കം കൂടി മാറിക്കിട്ടണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ പിണക്കം എങ്ങനെ മാറാനാ? ആന്റി താമസിയാതെ അച്ഛനെ കാണാൻ പോവും. മാഡം ആന്റിയെ ക്ഷണിക്കാൻ പാടില്ലായിരുന്നു. ആലിസ് എന്താ അങ്ങനെ പറയാൻ? എനിക്കിവിടെ ഒരു കൂട്ടു വേണ്ടെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വിവാഹത്തോടെ അച്ഛനുമായി മാഡം മുഷിഞ്ഞതല്ലേ? അച്ഛന് താല്പര്യമില്ലാത്ത ഒരാളെ വിളിച്ചു വരുത്തുമ്പോൾ അത് അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യമാവും. ആർക്കെങ്കിലും അതുകൊണ്ട് അപമാനം ഉണ്ടെങ്കിൽ സഹിച്ചേ തീരൂ. 3 മാസമെങ്കിലും അവരിവിടെ നിൽക്കണമെന്നുള്ള പ്രാർത്ഥന എനിക്ക്. അപ്പോഴാ ആലിസ് ഒരു ഉപദേശമായി വരുന്നത്. അയ്യോ, ഞാൻ ഉപദേശിച്ചതല്ല മാഡം. അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊന്നും എനിക്കില്ലല്ലോ. ഞാൻ ഒരു ശമ്പളക്കാരിയല്ലേ. ആലിസിനെ ഒരു ശമ്പളക്കാരിയായിട്ടല്ല ഞാൻ കാണുന്നത്. ആന്റി നമ്മുടെ കൂടെ വേണോ ആലിസെ? അതൊക്കെ പോട്ടെ, അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്തോ? ഇല്ല, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മോനെ ഓർത്ത് മാത്രം ആലിസ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അതിൻ്റെ നന്ദി ഞാനും കാണിക്കണ്ടേ? ഹോസ്പിറ്റൽ ചെലവിന് എത്ര പണം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. ഇനി വലിയ ചെലവൊന്നും വരില്ലെന്നാ അനിയത്തി പറഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് പോവാം. ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് കഴുകിയിടാം. സർ. ഇരിക്കണം. വേണ്ട സർ. പ്രോട്ടോകോളൊന്നും താ നോക്കണ്ട, ഇരിക്കേ. ഇത് ഒഫീഷ്യൽ മാറ്റർ ഒന്നും അല്ലല്ലോ. താങ്ക് യു സർ. സാലി ഗ്രാമത്തിൽ നിന്ന് അർച്ചനയ്ക്ക് വന്ന ലെറ്ററാണിത്. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ എടുത്തതാണ്. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണവും ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. അർച്ചനയുടെ ഭാഗത്തുനിന്ന് പിന്നീടൊരു ഫോളോ അപ്പ് ഉണ്ടാവാത്തതുകൊണ്ടാണ് അന്വേഷണം പകുതി വഴി നിന്നത്. സർ, നമ്മൾ തുടങ്ങേണ്ടത് അർച്ചന പ്രസവിച്ച ആ ഹോസ്പിറ്റലിൽ നിന്നാവണം. ഡിപ്പാർട്ട്മെന്റിൽ ആരും അതേപ്പറ്റി അറിയാനും പാടില്ല. സർ, കുഞ്ഞേതോ കാശുകാരുടെ വീട്ടിൽ തന്നെയാണ്, അതിലൊരു സംശയമില്ല.
പക്ഷേ എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു പിടിച്ചേ പറ്റൂ.